നമ്മൾ ഫസ്റ്റ് തൊട്ട് തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് മോസ്റ്റ് വയലന്റ് ഫിലിം എന്നാണ്. അപ്പോൾ നമ്മൾ ആ വയലൻസ് കാണിച്ചില്ലെങ്കിൽ ഓഡിയൻസ് ആണ് ഡിസപ്പോയിന്റഡ് ആകാൻ പോകുന്നത്. ആ ഹേറ്റ്രഡ് നമുക്ക് ആസ് എൻ ഓഡിയൻസ് നമ്മൾ ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സൈഡ് ചൂസ് ചെയ്യില്ല. അത് കണ്ടിട്ട് ആസ് എൻ ഓഡിയൻസ് എനിക്ക് തോന്നി ഇയാളൊക്കെ ഒന്നേ പറ്റൂ. ഈ പടത്തിൽ ആക്ച്വലി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഷെരീഫാണ്. എന്ത് ധൈര്യത്തിലാണ് എന്നെ കാസ്റ്റ് ചെയ്തത് എനിക്കറിയില്ല. കാരണം ഇത്രയും വൈറ്റൽ റോൾ ഒരു ഫസ്റ്റ് ടൈമറിന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഷെരീഫാണ് സത്യം പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയത് ഷെരീഫ തന്നെയാണ്. ഷെരീഫ, ഉണ്ണിച്ചേട്ടനും ഹനീഫ് സർ, ഇവർ 3 പേരാണ് ഇതിൻ്റെ ലീഡേഴ്സ്. നമ്മളെല്ലാവരും ഈ ലീഡേഴ്സിനെ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോഴും അച്ഛൻ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യണത് നമുക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ക്യാമറ പിടിക്കുമ്പോൾ എൻ്റെ അടുത്ത് നോക്കിയിട്ട് നീ ഒന്ന് പോയി നിന്ന്, അപ്പൊ ഞാനായിരുന്നു നമുക്ക് മോഡൽ ഈ ഒരു ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ. സോ വിക്ടർ തിരിച്ചു വരുമോ ഇനി എങ്ങനെയാ? ഇന്നലെയാണ് ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ ഓഫീസർ എന്നോട് ജസ്റ്റ് ഒരു നോട്ടം, വിക്ടർ ആണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ജഗദീഷന്റെ കോസ്റ്റ്യൂം എല്ലാം അത് ഒരു ടോട്ടൽ ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇവര് സെറ്റിലുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒബ്സർവ് ചെയ്യുക. ഈ പോസ്റ്റ് കാണാൻ പറ്റുമോ ഇയാൾ അന്തരല്ല എന്നൊക്കെ ചോദിക്കേണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ആ പടത്തിലുള്ളത്. ഈ പടത്തിന്റെ നായകൻ ഉണ്ണിമുഖൻ തന്നെയാണ്. ഉണ്ണിക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ എടുക്കാൻ ഒരു റീസൺ ഇല്ല. ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ അഭിനയം വിളിച്ചു, ബ്രോ നീ കലക്കിയിട്ടുണ്ട്, ഇതല്ല നീ, അതെനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, പക്ഷെ അതിൻ്റെ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ടെൻഷനിലാണ് ഞാൻ പോണത്. ശരിക്കും ഈ ക്യാരക്ടർക്ക് ഭയങ്കര ഈ ബ്ലൈൻഡ്നെസ് മറ്റേതൊക്കെ പറയുമ്പോൾ ശരി കൂളായിട്ട് വന്നാൽ മതി, കോൺഫിഡൻ്റ് ആയിട്ട് വന്നാൽ മതി. അദ്ദേഹത്തിന് അത്രയും ടെൻഷൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ എടുക്കാൻ ഒരു കാര്യമില്ല. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. മാർക്കോ കണ്ട ആരും ഈ ഒരു മുഖം മറക്കില്ല. കാരണം മാർക്കോയുടെ ജേർണിയിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ട് നിന്നത്, അല്ലെങ്കിൽ മാർക്കോ ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിക്ടറിന് വേണ്ടിയായിരുന്നു. സോ ആ വിക്ടറാണ് നമ്മളോടൊപ്പം ഉള്ളത്, ഇഷാൻ. സോ ലെറ്റ് മീ വെൽക്കം ഇഷാൻ. താങ്ക് യു സോ മച്ച്. സോ എങ്ങനെയുണ്ട് ഈ ഒരു 1 വീക്ക് ഉണ്ടല്ലോ മാർക്ക് കഴിഞ്ഞിട്ട്? ജീവിതം അപ്സൈഡ് ഡൗൺ ആണ്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. മാർക്കോയുടെ റിയാക്ഷൻസും മറ്റേതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്സും ഉണ്ട്, അതേപോലെ എനിക്കൊരു ഷോക്ക്ഡായിട്ട് ഇരിക്കുകയാണ് ഞാൻ. നമ്മൾ ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പെക്ടേഷനും പ്രതീക്ഷയൊക്കെ ഉണ്ടായി. പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ ഇന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ടീമിൽ നിന്ന് എല്ലാവർക്കും ഫുള്ളി ബിലീവ് ചെയ്യാൻ പറ്റുമെന്ന്, ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഡെഫിനറ്റ്ലി ഉണ്ട്. ഉണ്ണിമൂന്ന നായകനാവുന്ന സിനിമ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വയലൻസ് സിനിമകളൊന്ന്. ഇപ്പോൾ ഹനീഫ് അദനി എന്ന ഡയറക്ടറിൻ്റെ സിനിമ. സോ ഇതെല്ലാ ഫാക്ടറും നിൽക്കുമ്പോഴും സിനിമ തുടങ്ങുന്നത് ഈ പറഞ്ഞ ഇഷാന്റെ ഫേസ് ചെയ്യുന്ന അതറിയായിരുന്നു ഫസ്റ്റ് ഷോട്ട്? ഞാൻ അറിഞ്ഞു, ഓൾറെഡി സ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല. ഇതൊരു വയലന്റ് പടമാണെങ്കിലും ഇതിന്റെ ബേസ് ഒരു ഇമോഷണൽ കോറല്ലേ, ഇതൊരു ഫാമിലി സ്റ്റോറി ആണ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാനൊരു ബ്രദർ ആയതുകൊണ്ട് അവിടെ നിന്നാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഹനി സർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഓണറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ഈ എഡിറ്റിൽ നമ്മൾ അവസാനം കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി, ഇങ്ങനെ തന്നെയാണോ പടം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ കണ്ടപ്പോൾ സന്തോഷം. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫുൾ ജേർണിയിൽ ഇപ്പം മാർക്കോയുടെ ജേർണിയിൽ ഭയങ്കരമായിട്ട് ന്യൂ ഫേസുകളുണ്ട്. പക്ഷെ ഈ സിനിമ കണ്ടുകഴിഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് വിക്ടർ എന്നുള്ളത്. ആക്ച്വലി ഹു ആർ യു എന്നുള്ളത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടോ പലരും? പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഇന്നലെയാണ് ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ ഓഫീസർ എന്നോട് ജസ്റ്റ് ഇങ്ങനെ ഒരു നോട്ടം, വിക്ടർ ആണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ചോദിക്കാറുണ്ട്. മീൻസ് എന്നെ വിളിക്കണത് ഇഷാനായിട്ടല്ല, ക്യാരക്ടറിന്റെ പേര് വിക്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ശരിക്കും ഹു ആർ യു ആക്ച്വലി? എവിടുന്നാണ്, എന്താണ് പഠിച്ചത്? ഞാൻ കൊച്ചിയിൽ തന്നെ ആണ് ജനിച്ചതെല്ലാം കൊച്ചിയാണ്. പിന്നെ സ്കൂള് പഠിച്ചത് ദുബായിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോയിട്ട് അവസാനം ഞാൻ ആക്ടിങ് തുടങ്ങിയത് US-ലാണ്. അവിടെ തിയേറ്ററാണ് ഞാൻ ചെയ്തത്. അവിടെയാണ് എനിക്കൊരു ഈ ആക്ടിങ്ങിനോടുള്ളൊരു ബഗ് പറയില്ലേ, ആ ബഗ് എനിക്ക് കിട്ടിയത് അവിടെയാണ്. തിയേറ്റർ ചെയ്തിട്ടാണ് 4 വർഷം അവിടെ തിയേറ്ററാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു കുറച്ച് നാൾ റോഷൻ ആൻഡ്രൂ സാറിൻ്റെ കൂടെ. അതായിരുന്നു എൻ്റെ ഫിലിം സ്കൂൾ. ശരിക്കും പറഞ്ഞാൽ ഈ ആക്ടിങ് അല്ലാതെ ബാക്കിയെല്ലാം പഠിച്ചത് കോസ്റ്റ്യൂം, സൗണ്ട്, ലൈറ്റിങ്, ഡയറക്ഷൻ, മൊത്തത്തിൽ ഞാൻ പഠിച്ചത് ഈ സെറ്റിലാണ്.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിമും മറ്റിതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അവസാനം മാർക്കോയിലേക്ക് എത്തിയത് ഈ ഒരു ജേർണി അങ്ങനത്തെ ഒരു ജേർണിയായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ മാർക്കോ കണ്ട എല്ലാവർക്കും ഈ കണ്ണ് ഭയങ്കര അധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലോ അതിനകത്ത്. എങ്ങനെ ശരിക്കും ഭയങ്കര പ്രിസൈസ് പോയിന്റ് ഉണ്ടായിരുന്നു ഈ, കാരണം കണ്ണ് കാണാത്ത ഒരാളെ പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ. അതെ, ഇതെല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ അവസാനം ഈ ഒരു മെത്തഡിലേക്ക് എത്തിയത്. കാരണം ഞാൻ ആദ്യം എന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ബ്ലൈൻഡ് ആയിട്ടുള്ള സിനിമ ക്യാരക്ടേഴ്സിനെ കോപ്പി ചെയ്യാൻ നോക്കി. ഞാൻ ഇത് പടം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പാണ്. അപ്പോൾ ചില ക്യാരക്ടേഴ്സിനെ നോക്കിയിട്ട് അല്ല ഇത് എനിക്ക് ചെയ്യാൻ ചിലപ്പോൾ ഈ ക്യാരക്ടറിന് ഈ ഒരു പടത്തിൻ്റെ ഒരു അസ്തറ്റിക് നോക്കുകയാണെങ്കിൽ അത് വർക്കാവില്ല എന്ന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കി. പിന്നെ ഞാൻ ചെയ്യാൻ നോക്കിയത് യൂട്യൂബിൽ നിന്ന് ഇൻ്റർവ്യൂസ് കുറേ കണ്ടു, ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ട് ബ്ലൈൻഡ് ആളുകളുടെ എക്സ്പീരിയൻസസും മറ്റിതൊക്കെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുമോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, എല്ലാവർക്കും വേറെ വേറെ എക്സ്പീരിയൻസ് ആണ്. ഫോർ ബ്ലൈൻഡ് പീപ്പിൾ എവറി വൺ ഹാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സോ ഞാൻ ഒരു സാധനം കോപ്പി അടിച്ച് നോക്കിയാൽ അത് ചിലപ്പോൾ വർക്കാവില്ല. ചിലർക്ക് ലൈറ്റ്സും ഷാഡോസും മാത്രം കാണാം, ചിലർക്ക് 100% ബ്ലൈൻഡ് ആണ്, അല്ലെങ്കിൽ പിന്നെ പാർഷ്യലി ബ്ലൈൻഡ്നെസ്, അതൊക്കെ ഉണ്ട്, വേറെ വേറെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ വിക്ടർ എങ്ങനെയാണെന്നുള്ളത്, വിക്ടറിന് ഒരു മീൻസ് ലൈറ്റ്സും ഷാഡോസ് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് വിക്ടർ. പക്ഷേ ബ്ലൈൻഡ് ആണ് ബ്രോ, ഇവിടെ ഇരിക്കുന്നതെന്ന് വിക്ടറിനെ കാണാൻ പറ്റില്ല, പക്ഷേ ഈ വരുന്ന ലൈറ്റും മറ്റും ഇതൊക്കെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ വിക്ടറിന്റെ മറ്റ് സെൻസസ് ആണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് പുള്ളിയുടെ സ്മെല്ലായിട്ടാണ് പുള്ളി ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷൂട്ടിന് ഫസ്റ്റ് ഡേ തന്നെ ഹനീസർ പറഞ്ഞു നമ്മളൊരു നാച്ചുറൽ സാധനം പിടിച്ചാൽ മതി, ഓവർ ആകാതെ ഒരു നാച്ചുറലി ഒരു ബ്ലൈൻഡ് ക്യാരക്ടറായിട്ട് പിടിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒരു ട്രയൽ ആൻഡ് എററാണ്. ഇപ്പോൾ എൻ്റെയും ഹനീസർ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ, ഫെയിൽഡ്, അവസാനം നമ്മൾ ഈ ഒരു സാധനം കിട്ടിയത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ശരിക്കും മാർക്കോയുടെ ഒരു ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഉണ്ണിമൂന്തൻ എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ. ഫസ്റ്റ് മീറ്റിംഗ് എന്തായിരുന്നു? ഞാൻ ഉണ്ണിച്ചേട്ടനെ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തപ്പോൾ പൂജൻ്റെ നടന്ന് ഈ മൂന്നാറിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ എൻ്റെ ഒരു പേടി, അതെ, പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പാണ് ഈ പൂജ നടക്കണം. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായി, ഞാൻ ഒരു ന്യൂ കമറാണ്, അദ്ദേഹത്തിനോട് എങ്ങനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇഷാനാണെന്നൊക്കെ. അപ്പോൾ ഞാൻ സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ ഒതുക്കിയിരിക്കുന്നു. പിന്നെ മൈക്കിൽ ഉണ്ണിച്ചേട്ടനെ വിളിച്ച് ഇഷാൻ കം ഓൺ ദ പ്ലാറ്റ്ഫോം എന്നൊക്കെ വിളിച്ചിട്ട് ഹായ് ഉണ്ണി ആയിട്ട് പരിചയപ്പെട്ടെന്ന്. അപ്പോൾ ഓക്കെ, ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഓൾറെഡി നടന്നു. പിന്നെ എനിക്ക് ടെൻഷൻ അടിക്കാൻ ഒരു റീസൺ ഇല്ല, കാരണം ഈ പടത്തിൻ്റെ നായകൻ ഉണ്ണിമുകുന്ദനാണ്, പുള്ളിക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ അടിക്കാൻ ഒരു റീസൺ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ്. അന്ന് തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ലൈഫിനെ കുറിച്ച് സിനിമയെ കുറിച്ച് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മൾ സീൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ബോണ്ട് ഉണ്ടായി, നമ്മൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടായി. ആ ഒരു ബ്രദർഹുഡ് നിങ്ങൾ കാണുന്ന ഇതൊക്കെ കൊണ്ടിരിക്കും. ഈ ഓഫ് സ്ക്രീനിലും അത് ഓഫ് സ്ക്രീനിൽ ഡെഫിനറ്റ്ലി ഒരു ബോണ്ട് ഉണ്ട് നമ്മൾ തമ്മിൽ. ഇപ്പോൾ അതിൻ്റെ ഒരു ബോണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആ ബോണ്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇഷാന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഈ മമ്മൂക്ക എടുത്ത ഫോട്ടോ ശരിക്കും എവിടെയാ? അത് മമ്മൂക്കിന്റെ വീട്ടിലാണ്. എൻ്റെ അച്ഛൻ ആക്ച്വലി ഒരു പണ്ട് തൊട്ടൊരു ക്യാമറമാനാണ്, സിനിമാറ്റോഗ്രാഫറാണ്. പക്ഷേ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റേജ് ഷോസും നമ്മൾ പണ്ട് മിമിക്രി ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛനാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യണത് മമ്മൂക്കായിട്ടാണ്, കാരണം മമ്മൂക്കും അതേ താല്പര്യം ഉണ്ടല്ലോ ഫോട്ടോഗ്രാഫി. അപ്പോൾ എൻ്റെ അച്ഛനൊരു പുതിയ ക്യാമറ മേടിച്ചപ്പോൾ നമുക്കതിനെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ ഉണ്ടായി. അപ്പോൾ ഞാൻ വരണോന്ന് ചോദിച്ചപ്പോൾ നീ വന്നോളൂ. അപ്പോൾ നമുക്ക് ആ ക്യാമറ പിടിക്കുമ്പോൾ എൻ്റെ അടുത്ത് നോക്കിയിട്ട് നീ ഒന്ന് പോയി നിന്ന്. അപ്പോൾ ഞാനായിരുന്നു നമുക്കൊരു മോഡൽ ഈ ഒരു ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ. അതെൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. അപ്പോൾ അങ്ങനെയാണ് ബ്രോ ആ ഫോട്ടോ കണ്ടത്. ശരിക്കും അതിനു മുമ്പ് ഈ പറഞ്ഞ സ്റ്റാർസ് ആയിട്ട് മീറ്റ് ചെയ്യുക അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ദുബായിലായതുകൊണ്ട് അധികം നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടില്ല, സ്റ്റാർസും സിനിമക്കാരായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ഞാൻ മീറ്റ് ചെയ്യുന്നത് മമ്മൂക്ക തന്നെ. അപ്പൊ നമുക്കിപ്പോ ഇതിനകത്ത് എല്ലാരും മമ്മൂക്കയായിട്ട് ഈക്വലി അസോസിയേറ്റഡ് ആണല്ലോ. ഉണ്ണി ചെയ്തിട്ടുണ്ട് സിനിമയായിട്ട്, ആരിഫിക്കനെ കൊണ്ടുവന്നത് മമ്മൂക്ക ആണ്. അപ്പൊ ഷെരീഫിക്ക് നല്ല, അപ്പൊ ഇതൊക്കെ അറിയായിരുന്നു മമ്മൂക്കയ്ക്ക്? പിന്നെ അറിയാം ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്കൊക്കെ ഒരു കേൾക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ എന്താ പറഞ്ഞ ഈ സിനിമയിലേക്ക് ഇങ്ങനെ പോവാൻ? ഒരു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു സിനിമ കഴിഞ്ഞിട്ട്. അപ്പോൾ അതന്നെ എനിക്ക് മതി. സിനിമ കണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ കേൾക്കുന്നുണ്ട്, ഇതിന്റെ ന്യൂസ് എല്ലാം കേൾക്കുന്നുണ്ട്.
അപ്പോൾ എന്നെ കണ്ടപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതന്നെ എനിക്കൊരു ഒരു മോമെന്റ് ആയിരുന്നു. എല്ലാവരും വിളിച്ച്, ഫാമിലി എല്ലാവരും വിളിച്ചു നമുക്ക് കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞു. ഈ ശരിക്കും ഈ വിക്ടറിന്റെ സോറി ഇഷാന്റെ ഫേവറേറ്റ് സീൻ ഏതാ? വിക്ടറിനെ വിളിച്ചാൽ മതി കേട്ടോ വേണമെങ്കിൽ. ഫേവറേറ്റ് സീൻ എനിക്ക് തോന്നുന്നു ആ ഡിഫൻഡർ ഓടിക്കുന്ന ആ സീനല്ലേ, ഉണ്ണിച്ചാൻ്റെ കൂടെ ഡിഫൻഡർ ഓടിക്കുന്ന ആ സീന്. ശരിക്കും പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കും, ഒരു അഡ്രിനലിൻ റഷാണ് അതിന്റെ ഉദ്ദേശം. ഈ മാർക്കോ വിക്ടറിനെ ഒരു അഡ്രിനലിൻ റഷ് വിക്ടർ ഫീൽ ചെയ്യണമെന്നാണ് മാർക്കോയുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ആ അഡ്രിനലിൻ റഷ് നമ്മൾ കാണിക്കണം. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ശ്രമിച്ചു. എത്ര ടേക്ക് പോയത്? അത് പല ടേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, പല ആംഗിൾസും. അവസാനം നമ്മൾ സിനിമയിൽ കാണുന്ന അതിന് നമ്മൾ ഒരു ഹാഫ് ഡേ അതിനെ ഷൂട്ട് ചെയ്തു. വയലൻസ് സീക്വൻസ്? വയലൻസില് ഞാൻ അധികം ഇല്ല വയലൻസ് സീക്വൻസ്, പക്ഷെ ഞാൻ ലൊക്കേഷനിൽ ഉണ്ടായി. ചില ദിവസങ്ങളിൽ ഞാൻ ആക്ഷൻ സീക്വൻസസ് എനിക്ക് കാണണം എന്ന് ഒരു ആഗ്രഹമായിരുന്നു. ഈ വയലൻസ് എങ്ങനെയാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്, ആക്ഷൻ എങ്ങനെയാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ അല്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഫണ്ണാണ് ബ്രോ. ഇത് നമ്മളൊരു ഇറ്റ് വാസ് ഓൾവേസ് എ ഗുഡ് ടൈം. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു യാതൊരു ഡേഞ്ചറും ഒന്നുമില്ല. കുറെ ബ്ലഡ് ഉണ്ടായി, ബ്ലഡിന്റെ ഒരു ട്രക്ക് പോലെ ഉണ്ടാക്കി തോന്നുന്നു. പക്ഷെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അതൊക്കെ ഭയങ്കര ക്യൂരിയസ് ഫാക്ടറാണല്ലോ. അതൊക്കെ ട്രക്കൊന്നും ഉണ്ടായില്ല, ഞാൻ വെറുതെ ഒരു എക്സാജറേഷൻ പറഞ്ഞതാ. പക്ഷെ ഒരു നല്ലോണം ഉണ്ടായത് നമ്മുടെ മേക്കപ്പ് ടീം കുറച്ചധികം ബ്ലഡ് മേടിച്ചിട്ടുണ്ടാവും. അവർക്കും നല്ല ക്രെഡിറ്റ് കിട്ടണം, കാരണം ഈ എല്ലാ ടെക്നീഷ്യന്മാരാണ് ഈ പടം വിജയിപ്പിച്ചത്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നമ്മളെ സിനിമാറ്റോഗ്രാഫി നോക്കുകയാണെങ്കിൽ ആക്ഷനും ആർട്ട് എല്ലാവരും അവരുടെ ബെസ്റ്റ് വർക്കാണ് നമ്മൾ മാർക്കോയിൽ കാണുന്നത്. അതേപോലെയാണ് ഈ മേക്കപ്പ് ടീമും. അവര് നന്നായി പല വയലൻസും നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ എവ്രി വൺ ഇസ് ഡിഫറെന്റ്. ഒരാളുടെ ബ്രൂസസും കട്ട്സും അല്ല മറ്റാൾ കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ കാണുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു ക്രിയേറ്റിവിറ്റി. ഈ ശരിക്കും പറഞ്ഞ ഇപ്പൊ ബാക്കിയുള്ള ആസ്പെക്റ്റുകൾ ഉണ്ടല്ലോ മാർക്കോടെ, ഈ പറഞ്ഞ മ്യൂസിക് ആയിട്ടും അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ടൈം അങ്ങനത്തെ എഡിറ്റിങ്ങും അപ്പൊ ശരിക്കും അങ്ങനത്തെ ടെക്നിക്കൽ ആസ്പെക്ട് ഒക്കെ എന്തോ, കാരണം ഏഡി കൂടെ ആയതുകൊണ്ട് അതിലൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ പൊതുവെ. പിന്നെ ഞാൻ കാണുന്ന ഒരു വേർഷൻ, നമ്മൾ ഡബിങ്ങിൽ കാണുന്ന വേർഷൻ, പക്ഷെ നമ്മൾ ഡബിങ്ങിൽ കാണുമ്പോൾ അവിടെ ഒരു BGM ഇല്ല, നമ്മൾ കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ റോ ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ അതേ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് ഞാൻ സിനിമ ഫസ്റ്റ് ഷോന് ഞാൻ പോയത്. പക്ഷെ എല്ലാം ഒരു മൊത്തത്തിൽ എല്ലാവരുടെയും ഹാർഡ് വർക്കും ഒരു പാക്കേജായിട്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും നെട്ടിപ്പോയി. കാരണം അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. രവി ബസ്റുടെ BGM ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ഒരു BGM ഉണ്ട്. ജഗദീഷ് ചേട്ടനും അഭിമന്യുക്കും 1.5 മണിക്കൂറിന്റെ. അതെ എല്ലാവർക്കും അവരുടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് അവിടെ. അപ്പോൾ ആസ് ബ്രോ പറഞ്ഞ പോലെ ഒരു AD ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇതിന്റെ ഒരു ഹാർഡ് വർക്ക് നമുക്കറിയാലോ, എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്നൊക്കെ. സോ ഞാൻ കുറച്ചധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ ടെക്നീഷ്യന്മാരുടെ ഒരു ഹാർഡ് വർക്ക്. അഭിമന്യുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു ഉണ്ണിച്ചേട്ടൻ കഴിഞ്ഞിട്ട് ഉണ്ണിച്ചേട്ടൻ ദുർവയം അബിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അബിയായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അബിയുടെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ പുള്ളി അങ്ങനെയല്ല, റസലല്ല, അതിന് നേരെ ഓപ്പോസിറ്റാണ് അബി. ഫുൾ ടൈം കോമഡി, തമാശ, മറ്റേതൊക്കെയാണ്. പിന്നെ സെറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയിട്ട് റസലായിട്ട് നടക്കും. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ അബിനെ വിളിച്ചു, ബ്രോ നീ കലക്കിയിട്ടുണ്ട്. കാരണം ഇതല്ല നീ, അതെനിക്കറിയാം, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, പക്ഷെ അതിൻ്റെ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ദുർവയം അബി ഫസ്റ്റ് ടൈം ആക്ടേഴ്സ് ആണല്ലോ ഇതിൽ. അപ്പോൾ നമ്മുടെ ഒരു അപ്രീസിയേഷൻ നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്. ഈ അബി സെറ്റിൽ വരുമ്പോൾ പുള്ളിയുടെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര തിലകൻ സാറിന്റെയും ഷമ്മി സാറിന്റെ ഒരു മെർജ് ഉണ്ടല്ലോ പുള്ളിയുടെ സൗണ്ടിലൊക്കെ. അതൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഡെഫിനറ്റ്ലി സംസാരിച്ചിട്ടുണ്ട്. അബിയുടെ ഒരു ഭാഗ്യമാണത്. അത് എന്ന് വേണമെങ്കിലും എനിക്ക് തോന്നുന്നു അബി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായി, എല്ലാ സീൻസ് ഷമി സാറോട് ജസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള പ്രാക്ടീസ് ചെയ്യണമെന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു റിസംബ്ലൻസ് നമ്മൾ എന്തായാലും കാണുന്നുണ്ട്, അത് എന്തായാലും ഉണ്ടാകും. കാരണം അത്രയും ഒരു ലെജൻഡറി ജനറേഷൻ ആണല്ലോ ഇവരൊക്കെ. അപ്പോൾ അബിക്ക് അതേ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്, ബഗ് അബിക്കുണ്ട്. റോഷൻ സാർ പടം കണ്ടായിരുന്നു? അറിയില്ല, ഒരു ഐഡിയ ഇല്ല. റോഷൻ സാർ ഇപ്പോൾ ബോംബെയിലാണ്, എനിക്ക് തോന്നുന്നു ഷാഹിദ് കപൂറിന്റെ പടത്തിൽ അതിന്റെ ഒരു തിരക്കിലാണ്. ഈ ജാനുവരി റിലീസാണ് അവിടെ. അപ്പോൾ കണ്ടോ എനിക്കറിയില്ല, പക്ഷെ
ഹാപ്പിയാണ്. റോഷൻ സാർ പ്രൗഡാണ്. ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഈ അന്ന് ശരിക്കും ആക്ടർ ആവണം എന്നുള്ളൊരു ഇതിനായിരുന്നു ആക്ടറായിട്ടാണ് ഞാൻ പോയത്. ആക്ടിങ് പഠിക്കണം, പക്ഷെ അതിന്റെ കൂടെ ബാക്കിയെല്ലാം സിനിമയുടെ ഒരു കഷ്ടപ്പാട് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം അവിടെ പോയപ്പോൾ. അപ്പോൾ സാറിന് അതറിയാം, അതിന് വേണ്ടിയിട്ടാണ് ഈശാന് വന്നതെന്ന് ഈ ന്യൂസ് ദാറ്റ്. സോ എന്താ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ എന്തായിരുന്നു അവിടുന്നോ? എല്ലാവരും റെസ്പെക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ടേക്ക് അവേ. കാരണം നമ്മൾ ആക്ടേഴ്സിനോടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ ADs അവരുടെ എത്ര ഹാർഡ് വർക്കാണ് ഈ ഒരു പടത്തിൽ. പക്ഷെ ചിലപ്പോൾ അവർക്ക് ക്രെഡിറ്റ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. ഇതൊരു ടീം വർക്കാണ്. എത്ര നമ്മൾ ക്രെഡിറ്റ് എടുത്താലും, എൻ്റെ ഒരു ക്യാരക്ടറിനോ ഏത് ആക്ടറാണെങ്കിലും അവരുടെ എത്ര ക്രെഡിറ്റ് എടുത്താലും ഒരു ടീം വർക്ക് കാരണമാണ് ഒരു പടം വിജയിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ. ഈ വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഡെഫിനറ്റ്ലി ചോദ്യങ്ങളെല്ലാം വന്നു തുടങ്ങി. ഓൾറെഡി ഒരു പടം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പടക്കളം എന്ന് പറഞ്ഞൊരു പടം. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ പ്രൊഡക്ഷനാണ്. അത് 2025 റിലീസായിരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന മഹേഷ് നാരായണൻ സാറിൻ്റെ ആൻറ്റോ ജോസഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂക്ക മോഹൻലാൽ പടം. യെസ്, അങ്ങനെ പറയാ. ആ പടത്തിൽ ഒരു ചെറിയൊരു വേഷം ഞാൻ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ അതിന്റെ ഞങ്ങൾ അറിയുന്ന അപ്ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിലിം മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള. ശരിക്കും അതിന്റെ കഥ കേൾക്കുമ്പോ മീൻസ് ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഒരു പ്രൗഡ് ഫീൽ ആണല്ലോ, അവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന സിനിമയിൽ ടു ബി എ പാർട്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ ചെറിയാണ് ഈ പറഞ്ഞ ഈ സ്റ്റാർട്ടിൽ ഇതൊക്കെ കിട്ടാന്ന് പറയുമ്പോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ആ പടത്തിലുണ്ടെന്ന്. അതെങ്ങനെ കോൾ വരുന്നപ്പോൾ? അത് ഈ സെയിം ആന്റോ ജോസഫാണ് മിക്കായിൽ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഈ ഷോർട്ട് ഫിലിം കാരണമായിരിക്കും. കാരണം ഇത് മാർക്കോയുടെ ടൈമിലാണ് ഇതൊക്കെ ഈ കോളൊക്കെ വരുന്നത്. അപ്പോൾ മാർക്കോ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ബിഗ് ഫാക്ടറാണ്. മാർക്കോയിൽ ഉണ്ടെന്ന് അവർ കേട്ടപ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ അങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ആൻറ്റ് ഓൺ ദ വാൾ ആണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത് ബ്രോ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൂവീസ് ഇൻ മലയാളം സിനിമ. കോമ്പിനേഷൻ സീൻസ് ഉണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. അല്ല എന്തോരം ഷൂട്ട് തുടങ്ങി ഷൂട്ട് തുടങ്ങി, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ടാണ് പോയത് ഷൂട്ട് ചെയ്യാൻ? അതെ, പല ലൊക്കേഷൻസ് ഉണ്ട്, വേറെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ വീട്ടില് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്താ മാർക്കോ ചെയ്തിട്ട്? അവരെല്ലാരും പടം കാണാൻ വന്നിട്ടുണ്ടായി. അവര് ഫസ്റ്റ് എന്റെ കൂടെയാണ് കണ്ടത്. അപ്പൊ എന്റെ സീൻസ് എല്ലാം വരുമ്പോ ഞാൻ സ്ക്രീനിലല്ല നോക്കണേ, ഞാൻ ഇവരുടെ റിയാക്ഷൻ ആണ് നോക്കണേ. കാരണം ഇവർ കാരണമാണല്ലോ ഈ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ ഭയങ്കര പ്രൗഡാണ്, അവരെല്ലാവരും ഭയങ്കര പ്രൗഡാണ്. പിന്നെ സിനിമ കഴിഞ്ഞിട്ട് ഒരുപാട് മീഡിയക്കാരൊക്കെ ഉണ്ടായി അവിടെ പുറത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ റിവ്യൂ വരുന്നത് മാർക്കോടെ ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ ഭയങ്കര പ്രൗഡാണ്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലിയിൽ കുറെ കുട്ടികളുണ്ടല്ലോ, പക്ഷെ അവർക്കൊന്നും കാണാൻ പറ്റില്ല ഈശാന്റെ ഫെസ്റ്റ് പട തിയേറ്ററില്. സോ അവരെങ്ങനെയാ കാണുന്ന? ആക്ച്വലി അവര് ചിലപ്പോ എനിക്ക് അറിയില്ല, ചിലപ്പോൾ OTT-യിലൊക്കെ വരുമ്പോൾ കാണുമായിരിക്കും, അറിയില്ല. പക്ഷെ അവര് കണ്ടിട്ടില്ല, പക്ഷെ എല്ലാവരും കേൾക്കുന്നുണ്ട് ഇതിന്റെ ന്യൂസിനെ കുറിച്ച്, ഇതിന്റെ ചർച്ച എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര പ്രൗഡാണ്. എല്ലായിടത്തും ഫോൺ വിളിയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാനും ഹാപ്പിയാണ്, കാരണം മാർക്കോയുടെ സക്സസ് എൻ്റെ സക്സസ് മാത്രമല്ല, എൻ്റെ ഫാമിലിയുടെ സക്സസ് ആണ്, എല്ലാവരുടെയും സക്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ഈ വില്ലന് ഇപ്പൊ കുറെ അധികം കുറച്ച് ഓവർ ദി ടോപ്പ് വയലൻസ് സീക്വൻസുകൾ ഉണ്ടല്ലോ, പ്രഗ്നന്റ് ലേഡിയുടെ സീന്. അത് ചെയ്തിട്ട് പുള്ളി 5 ദിവസം ഉറങ്ങില്ല എന്നാ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കുറെ സ്മൈൽ ഇടുന്ന സീക്വൻസുകള്, അല്ലെങ്കിൽ ടുവേർഡ്സ് ക്ലൈമാക്സിലേക്ക് ഉണ്ടാവുന്ന സീക്വൻസുകൾ. സോ ഇതൊക്കെ കാണുമ്പോൾ പേഴ്സണലി എന്താണ് അതിൻ്റെ ഒരു? നമ്മള് ഫസ്റ്റ് തൊട്ട് തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് മോസ്റ്റ് വയലന്റ് ഫിലിം എന്നാണ്. അപ്പോൾ നമ്മൾ ആ വയലൻസ് കാണിച്ചില്ലെങ്കിൽ ഓഡിയൻസ് ആണ് ഡിസപ്പോയിന്റഡ് ആകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനോട് അങ്ങനെ നമുക്ക് തോന്നണോ? ഈ കബീർ സിംഗ് ദോഹാൻ ചെയ്ത ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഹേറ്റ്രഡ് നമുക്ക് ആസ് എൻ ഓഡിയൻസ് നമ്മൾ ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സൈഡ് ചൂസ് ചെയ്യില്ല. അപ്പോൾ അത് കണ്ടിട്ട് ആസ് എൻ ഓഡിയൻസ് എനിക്ക് തോന്നി ഇയാളൊക്കെ ഒന്നേ പറ്റൂ, മാർക്കോന് പണി കൊടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടിയാൽ വെരി ഹാപ്പി. ഈ ശരിക്കും മാർക്കോ ഒരു 3 പാർട്സ് സീരീസ് പോലെയാണല്ലോ ആദ്യം പ്ലാൻ ചെയ്തത്. ആയിരുന്നു. ഇനി വരാൻ സാധ്യതകളുള്ള, അല്ലെങ്കിൽ കഥ നിർത്തിയത് അവിടെയാണല്ലോ. സോ വിക്ടർ തിരിച്ചു വരുമോ ഇനി? എങ്ങനെയാ? എനിക്ക് ഒരു ഐഡിയ ഇല്ല. അത് ഹനീസറോട് ചോദിക്കണം. ഹനീസർ ഞാനും ചോദിക്കാം, വിക്ടർ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നില്ല അതിന്റെ സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ടോ, ഐ ഡോണ്ട് നോ. പക്ഷേ
എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒരു ആസ് എൻ ഓഡിയൻസ് ഞാൻ പോകുമ്പോൾ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പോകുള്ളൂ. കാരണം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസ് ഇപ്പോൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർ ഒരു ബിഗ് പവർ ഹൗസ് ആണെന്ന്. കാരണം ഫസ്റ്റ് പടത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എല്ലാവരും എടുത്ത എഫേർട്ടാണ്. പ്രത്യേകിച്ച് ഷെരീഫ് ഖാൻ അതിൻ്റെ ഒരു ലീഡറാണല്ലോ. അപ്പോൾ അവരൊരു പടം ചെയ്യുകയാണെങ്കിൽ മാർക്കോ 2 അവർ ചെയ്യുകയാണെങ്കിൽ 100% അവർ തന്നെ ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നു മിസ്റ്റർ കൂൾ പ്രൊഡ്യൂസർ? ഞങ്ങളെല്ലാരും ഭയങ്കര ഫാൻസ് ആക്കിയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ. അതെ അതെ അതെ. കാരണം പുള്ളിയുടെ ഇന്റർവ്യൂസിന്റെ താഴെ കമന്റുകൾ വരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന ഒരു നടനാവാന്നൊക്കെ പറയുന്നുണ്ട്. അത്ര അടിപൊളി ലുക്കില് ഇത്രയും ഹാൻസം പ്രൊഡ്യൂസർ. ഷെരീഫ് ഖാന്റെ ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് നടന്നത്? കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഏപ്രിൽ ലാസ്റ്റിലാണ് ഞാൻ ഷെരീഫ് ഖാനെ മീറ്റ് ചെയ്തത്. ഈ പടത്തിൽ ആക്ച്വലി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഷെരീഫ് ഖാനാണ്. എന്ത് ധൈര്യത്തിലാണ് എന്നെ കാസ്റ്റ് ചെയ്തത് എനിക്കറിയില്ല. കാരണം ഇത്രയും വൈറ്റൽ റോൾ ഒരു ഫസ്റ്റ് ടൈമറിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ എല്ലാം ഷെരീഫ് ഖാൻ ആണ് സത്യം പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയത് ഷെരീഫ് ഖാൻ തന്നെയാണ്. ഷെരീഫ് ഖാൻ, ഉണ്ണിച്ചേട്ടനും ഹനീഫ് സർ, ഇവർ 3 പേരാണ് ഇതിൻ്റെ ലീഡേഴ്സ്. നമ്മളെല്ലാവരും ഈ ലീഡേഴ്സിനെ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പടത്തിൻ്റെ സക്സസ് കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഷെരീഫ് ഖാക്കാണ്. കാരണം പുള്ളി എടുത്ത സ്ട്രെസ് പുള്ളി ആ സ്ട്രെസ് കാണിക്കാറേ ഇല്ല. ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ടെൻഷനിലാണ് ഞാൻ പോണത്. ഷെരീഫ് ഖാൻ ഈ ക്യാരക്ടർക്ക് ഭയങ്കര ഈ ബ്ലൈൻഡ്നെസ് മറ്റേതൊക്കെ പറയുമ്പോൾ ഷെരീഫ് ഖാൻ കൂളായിട്ട് നിന്നാൽ മതി, കോൺഫിഡൻ്റ് ആയിട്ട് നിന്നാൽ മതി. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ടെൻഷൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ എടുക്കാൻ ഒരു കാര്യമില്ല. അപ്പോൾ ആ ഷെരീഫ് ഖാൻ്റെ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടാണ് എനിക്കും ഒരു കോൺഫിഡൻസ്. സെറ്റിലെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ കൊറേ ഡിഫൻഡർ, കൊറേ G-Wagon, ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പേഴ്സണൽ എക്സൈറ്റ്മെന്റ് എന്തൊക്കെയാണ്? അതെ പേഴ്സണൽ എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ട്. മാർക്കോ യൂസ് ചെയ്യുന്ന ഡിഫൻഡർ ആക്ച്വലി ഷെരീഫ് ഖാൻ. അതെ. പിന്നെ ഒരു മോട്ടോർ ഹെഡ്, ഒരു വണ്ടി പ്രാന്താണെങ്കിൽ പിന്നെ എന്തായാലും ആ ഒരു ഓഡിയൻസ് പിടിക്കും ഇതില്. കാരണം അത്രയും സ്റ്റൈലിസ്റ്റിക്, അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ഫിലിമാണ് മാർക്കോ. നമ്മൾ എല്ലാ ഫ്രെയിംസ് നോക്കിയാലും ഒരു ക്ലാസിനെസ് നമ്മൾ എന്തായാലും കാണുന്നുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. ഇത് യൂഷ്വലി മലയാളം സിനിമയിൽ നമ്മൾ ഇങ്ങനെ കാണാറില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ബെനിഫിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇഷാൻ അങ്ങനത്തെ ഈ പറഞ്ഞ എന്തൂസിയാസ്റ്റിക് പരിപാടികളൊക്കെ ഉണ്ടോ? വണ്ടി ശരിക്കും പറഞ്ഞാൽ അത്രയില്ല, ഈ ഷെരീഫ് ഖാൻ്റെ അത്രയില്ല എനിക്ക്. പക്ഷെ ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഈ ഒരു സാധനം വന്നു, അയ്യോ ഡിഫൻഡറിലാണ് അങ്ങനത്തെ ഒരു സാധനം. എസ്പെഷ്യലി ഓടിക്കുമ്പോൾ ഷെരീഫ് ഖാന്റെ വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്, ഡാമേജ് ആയിരുന്നു. ഈ ഫസ്റ്റ് ഷോട്ടില് ഈ ടച്ച് ഡിഫൻഡർ, അപ്പൊ അത് ഭയങ്കര ഒരു ഇമ്പാക്ട് ആണല്ലോ ആ സീനില്. കാരണം ഡിഫൻഡർ ടച്ച് ചെയ്തിട്ട് ട്വിസ്റ്റ് ഉണ്ടാവും അവിടെ നിന്നാണല്ലോ. തൊടുമ്പൊക്കെയുള്ള ഭയങ്കര ഫീലിംഗ് ആണ്. കാരണം നമ്മുടെ വണ്ടി ഒന്നും അല്ലല്ലോ ഇത്. പക്ഷെ എന്തായാലും എന്റെ ഇച്ഛാനൊരു ഡിഫൻഡർ ഉണ്ട്. അതെ അത് നമ്മുടെ ഫാമിലി വണ്ടിയല്ലേ ആ പടത്തിൽ തന്നെ. അപ്പൊ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. ഇൻബോക്സിൽ വരുന്ന മെസ്സേജസ് ഒക്കെ എങ്ങനത്തെയാ ശരിക്കും? എനിക്ക് പറഞ്ഞ ഞാൻ അധികം നോക്കാറില്ല ഇൻബോക്സും സോഷ്യൽ മീഡിയ, ഞാൻ അധികം നോക്കാറില്ല. പക്ഷെ എന്തായാലും നല്ല അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് എനിക്ക്. പക്ഷെ വെരി ഹാപ്പി ഫോർ, വെരി ഗ്രേറ്റ്ഫുൾ ഫോർ. ട്രോളും കാണാറുണ്ട്, രണ്ടും കാണാറുണ്ട്. പക്ഷെ ഈ ട്രോളൊക്കെ എനിക്ക് കാണുമ്പോൾ ചില കോമന്റ്സ് ഉണ്ട്, ഇയാൾക്ക് ഈ പോസ്റ്റ് കാണാൻ പറ്റുമോ, ഇയാള് അന്ധനല്ല എന്നൊക്കെ ചോദിക്കണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ട്രോള് വരുന്നത്. പക്ഷെ അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. മീൻസ് ആൾക്കാർ സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിന്റെ ഒരു കളിയാക്കലാണ്. അത് ഒരു കുഴപ്പമില്ല എനിക്ക്. കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്തൊക്കെയാ പറഞ്ഞ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എനിക്ക് കിട്ടിയത് പടം കഴിഞ്ഞിട്ട് എനിക്ക് അത്ര കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചധികം നെർവസ്നെസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ സിദ്ദിഖ് സാറാണ് എന്നോട് പറഞ്ഞത്, അവസാനം ഓഡിയൻസ് കാണാൻ പോകുന്നത് ഫൈനൽ ടേക്കാണ്. ഇപ്പം നമ്മൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കിയാലും അവർ കാണുന്ന ഫൈനൽ ടേക്കാണ്. അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട, നമ്മൾ ക്യാരക്ടറായിട്ട് നിന്നാൽ മതി. ആ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഞാൻ ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ ഈ സിദ്ദിഖ് സാറ് ഷോട്ടൊക്കെ എടുക്കുമ്പോഴേ കേട്ടിട്ടുണ്ട് ഭയങ്കര സൈലന്റ് ആയിരിക്കും ചുറ്റിനൊക്കെ. ഇഷാൻ അതൊക്കെ പഠിക്കാൻ പറ്റും. കാരണം പുള്ളി ഇപ്പൊ ജഗദീഷേട്ടനൊക്കെ വോയിസ് യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പെക്യുലർ ആണ്. അപ്പോൾ ആ ആസ്പെക്ട് ഒക്കെ അവർ രണ്ടുപേരും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ്. ഇങ്ങനത്തെ ഒരു മാസ് ട്രീറ്റ്മെന്റും ഇതൊരു സ്റ്റൈലിസ്റ്റിക് ആക്ഷനും അങ്ങനെയൊക്കെ ജഗദീഷേട്ടൻ്റെ കോസ്റ്റ്യൂം എല്ലാം അത് ഒരു ടോട്ടൽ ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ
ഇവർ സെറ്റിലുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒബ്സർവ് ചെയ്യാം. ഇവരെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകണ്ട, അധികം ചോദിക്കാനൊന്നും പോകണ്ട. പക്ഷേ ഒരു ഡിസ്റ്റൻസ് നിന്ന് അവരെ ഒബ്സർവ് ചെയ്താൽ മതി. ഇവരെ പ്രോസസ്സ് എങ്ങനെയാണ്, ഇവർ എങ്ങനെയാണ് ഈ ക്യാരക്ടറെ ട്രീറ്റ് ചെയ്യുന്നത്, എത്രത്തോളം ഏത് മീറ്ററിലാണ് ഇവർ പിടിക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനത്തെ ഒബ്സർവേഷൻസ് ആണ് ഞാൻ ചെയ്തത് ഇതിൽ. ഇപ്പോൾ ഈ പറഞ്ഞ ഒരാഴ്ച ജീവിതത്തിൽ ഇപ്പോൾ മാർക്കോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ലൈഫ് ശരിക്കും മാറിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ മുന്നോട്ടുള്ള ഒരു ജേണിയിലും ഈ മാർക്കോ ഭയങ്കര ചെറിഷ്ഫുൾ മൂവ്മെന്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. മുന്നോട്ടുള്ള കരിയറിനും വലിയ രീതിയിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.